ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു മാരേജിന് പോകാൻ വേണ്ടി ഇത് ഞങ്ങളുടെ ചേത്തു എന്താ കല്യാണത്തിന് വരാത്തെ? എനിക്ക് ഡ്യൂട്ടി. ചേത്തുന്റെ ഡ്യൂട്ടി ഉണ്ട്. വാവായിട്ടുണ്ട്. ഇയറിംഗ്സ് എങ്ങനെയുണ്ട്? ഇന്നലെ ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ലില്ലേ, ഇതിന്റെ പല കളറുണ്ട്. അപ്പൊ അത് കാണാത്തവര് ഷോർട്സിൽ കാണും. ഞാൻ ഇട്ടിട്ടുണ്ട്. ഫാൻസ് വന്നാൽ പറയാം. ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ പോവാണ്. അങ്ങനെ ഞങ്ങൾ മാരേജിന് പോവാട്ടോ. ഇതുവരെ ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു ആരുടെ മാരേജിനാ പോകുന്നതെന്ന്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയുടെ മാരേജിനാണ് പോകുന്നത്. അതേട്ടാ ഞാനും എന്റെ കന്നഡ കല്യാണം കൂടാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു. ആക്ച്വലി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ രണ്ടുപേരും കല്യാണത്തിന് പോകുന്നത്. പിന്നെ ഉറക്കക്ഷീണം കാണിക്കണ്ട വിചാരിച്ച് ഞങ്ങൾ കുറച്ചധികം മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊന്നും അല്ലടാ, മാരേജ് ആകുമ്പോൾ കുറച്ച് തിളങ്ങിയൊക്കെ നിൽക്കണ്ടേ. ഇനി പകുതി വഴി എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരാളെയും കൂടെ കിട്ടി. ഞങ്ങളുടെ യൂണിറ്റ് വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരൻ നല്ലപോലെ മലയാളത്തിൽ സംസാരിക്കും. കൂടെ വന്നപ്പോൾ നല്ല കുറച്ച് ഒച്ചയും ബഹളമൊക്കെ വന്നു. പിന്നെ എനിക്ക് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞുകൊണ്ട് കുറച്ച് ട്രാവൽ ചെയ്തപ്പോ തന്നെ ഞങ്ങൾ പോകാൻ കുറച്ച് അധികം പോകാനുണ്ട് കേട്ടോ ചേച്ചിയുടെ വീട്ടിലേക്ക്. ലോങ് ആന്ന് പറഞ്ഞപ്പോ ഇത്രയും അധികം ഉണ്ടാവുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. ഇവിടെ എത്തിയപ്പോ തന്നെ പകുതി സമാധാനം. എനിക്ക് എന്തോ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാനും എന്റെ വരുന്ന ചിത്ര ചേച്ചി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഞങ്ങളുടെ ഈ വരുമ്പോ ചേച്ചിക്ക് ഒരു കുട്ടി സർപ്രൈസും കൂടിയാണ്. ഇവിടെ ചെന്നപ്പോ തന്നെ ഞങ്ങൾക്ക് ഒരു പ്രത്യേക സന്തോഷം. എൻട്രൻസിൽ തന്നെ ചേച്ചിയുടെ ചേട്ടന്റെ ഫോട്ടോ ഒക്കെ ഉള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളിൽ കയറിയപ്പോ ചേച്ചിനെ കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായിടാ. നല്ല രസം ഉണ്ടായിരുന്നു ചേച്ചിനെ കാണാൻ. അങ്ങനെ ചേച്ചിയുടെ കൂടെ നിന്നൊരു പിക്കൊക്കെ എടുത്ത് ചേച്ചിനെയും ചേട്ടനൊക്കെ വിഷ് ചെയ്ത് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. വെജും നോൺ വെജും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ നോൺ വെജാ കഴിച്ചത്. നമ്മുടെ ഫുഡിന്റെ ടേസ്റ്റ് അല്ലെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടമാട്ടോ ഇങ്ങനെ വെറൈറ്റി ഫുഡ്സ് ഒക്കെ ടേസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഒന്നും മിസ്സാക്കില്ല, എല്ലാം ഞാൻ ഒരു തുള്ളി പോലെ വേസ്റ്റ് ആക്കരുതെന്ന് വിചാരിച്ചു തന്നെയാട്ടോ ഞാനിത് ഫുൾ മേടിച്ചു. നല്ല വിശപ്പുള്ളത് കൊണ്ട് ഞാൻ ഒട്ടും വേസ്റ്റ് ആക്കില്ല കേട്ടോ, ഫുൾ കഴിച്ചു. എന്തായാലും ഫുഡും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫുഡും കഴിച്ചു വന്നപ്പോഴാട്ടോ ഞങ്ങൾ വേറെ ഒരാളെയും കൂടെ കണ്ടത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ദേവു ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെയാ വർക്ക് ചെയ്യുന്നത്. ചിത്ര ചേച്ചിയുടെ റൂംമേറ്റും കൂടി ആട്ടോ ഇവള്. നല്ല അടിപൊളി സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ടായിരുന്നു ദേവു കല്യാണത്തിന് വന്നത്. അങ്ങനെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് ചേച്ചിയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു വന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ചു പോവാണ്. ചിത്ര ചേച്ചിന്റെ കല്യാണം കൂടി ഞങ്ങൾക്ക് ഡിംബനെ വഴിക്ക് കിട്ടിയിട്ടുണ്ട്. ഡിംബുന്റെ കല്യാണം ഈയിടയ്ക്കായിരുന്നേ കഴിഞ്ഞത്. പക്ഷെ ഡിംബുന്റെ കല്യാണത്തിന് ഞങ്ങൾക്ക് പോവാൻ പറ്റില്ല. അതുകൊണ്ട് കണ്ട പാടെ തന്നെ അതിന്റെ പരിഭവമായിരുന്നു ഡിംബുവിന്. കാണട്ടെ, പാണ്ടി ലുക്കല്ലേ. ಭಯಂಕರ ಕಷ್ಟ ಜಲ್ಲಿದ ഗണപതിന്റെ ചെറുക്കന്റെ ഫോട്ടോ ഉണ്ടോ? എനിക്ക് എന്നെ സൂം ചെയ്ത് ചിലപ്പോ ഫാൻസ് കൂടും. വേണ്ട കേട്ടോ. ഞങ്ങൾ ആക്ച്വലി വന്ന പോലെ ഇങ്ങനെയല്ലായിരുന്നു. ഇതിലും നല്ല വൃത്തിയിൽ വന്നായിരുന്നു. ഇപ്പം നല്ല പന്ന കോലായിട്ടുണ്ട്. കണ്ട തിരിച്ചറിയോ? ഞാനല്ലേ പോയത്. എന്തായാലും അടിപൊളിയായിരുന്നു. എനിവേ ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ് ചേച്ചി. ഹാപ്പി മാരീഡ് ലൈഫ്. പക്ഷെ ചേച്ചിന്റെ ഫോട്ടോ ചേച്ചിയോട് ഞങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടില്ല. ചേച്ചി നമ്മളെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിന്നായി പോയി കണ്ടു എന്നല്ലാണ്ട് ഫോട്ടോ ചെറുതായിട്ടൊന്നും എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ വ്ളോഗിനകത്ത് ചേച്ചി ഉണ്ടോന്ന് അറിയത്തില്ല. പക്ഷെ ചേച്ചിയുടെ കല്യാണത്തിനാണ് ഞങ്ങൾ പോയത്. ഈ വീഡിയോക്കകത്ത് ഇത് കല്യാണ വീഡിയോ ആണ്. പക്ഷെ കല്യാണം ഞങ്ങൾ മാത്രമേ ഞങ്ങൾ മെയിനാണ്. ആദ്യം വന്ന കോലം അവസാനത്തെ കോലം തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ വേറൊരു വീട്ടിലും കൂടെ പോയി. നല്ലൊരു പ്ലേസ് ഇടാ. ഞാൻ പറഞ്ഞു ചിരിക്കുന്ന വേറൊന്നല്ല കേട്ടോ, എന്റെ വീഡിയോസിനെ പറ്റി പറയുന്നതാ. അങ്ങനെ കുറച്ച് ടൈം വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോഴേക്കും അവിടുത്തെ ചേട്ടൻ കുറച്ച് നാട്ടുമാങ്ങയൊക്കെ ഞങ്ങൾക്ക് കൊണ്ട് തന്നേ. എനിക്ക് ഈ സാധനം ഒത്തിരി ഇഷ്ടമാണ്. കുറെ നാൾക്ക് ശേഷം ഞാൻ ഈ നാട്ടുമാങ്ങ കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതും കൂടെ കഴിക്കുന്ന വീഡിയോ കൂടെ എടുക്കാന്ന് വെച്ചു. സീരിയസ്ലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ പുറത്തൂടെയൊക്കെ നടന്ന് ഡിംബുവിനോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോകുന്നു കേട്ടോ. തിരിച്ചു വരുന്ന വഴി നല്ലൊരു അടിപൊളി മഴ പെയ്തു കേട്ടോ. എനിക്ക് മഴയുള്ള സമയത്ത് ട്രാവൽ ചെയ്യുന്ന
പറയുന്ന ഒരു ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. ആ ടൈമില് ഒരു പ്രത്യേക വൈബ് എനിക്ക് കിട്ടും. പുറത്ത് മഴ പെയ്യുമ്പോ ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ട്രാവൽ ചെയ്ത് പോകാൻ എന്ത് രസമാണ്. നല്ല മഴയും തണുപ്പും എല്ലാം ഉള്ളത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഒരു ചൂട് ചായയും കൂടെ. അങ്ങനെ ഞങ്ങൾ വന്നത് KT ഹോട്ടലിലാണേ. ഓടിക്കോ എന്റെ ഓടിക്കോ. അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴയും നിന്നോട്ടെ. അത് കഴിഞ്ഞ് അക്കേനെ കൊണ്ടുവിടാൻ അക്കയുടെ വീട്ടിലും കൂടെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അക്കയുടെ വീട്ടിലും പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് ഹോസ്റ്റലിലോട്ട് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കൂടെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ.